ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോസ്പൽ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് ദൈവത്തിൻ്റെ മഹത്വമായി തീരാനാണ്. അല്ലെങ്കിൽ നമ്മിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമ്മൾ കഴിവുള്ളവരായിട്ടല്ല, യോഗ്യതയുള്ളവരായിട്ടല്ല, ശ്രേഷ്ഠതയുള്ളവരായിട്ടല്ല. നമ്മൾ ഒരു യോഗ്യതയുമില്ലാത്തവരാ, ഒരു കഴിവുമില്ലാത്തവരാ. പക്ഷേ എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തുമ്പോൾ യോഗ്യതയില്ലാത്ത, കഴിവില്ലാത്ത, നിന്ദാപാത്രമായിരിക്കുന്ന നമ്മെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന നമ്മെ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തുമ്പോൾ നമ്മെ ദൈവം ശക്തമായി ഉപയോഗിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വത്തിലൂടെ ദൈവം നമ്മെ മാനിക്കുവാനും ഇടയായിത്തീരും. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം. കാണുവാൻ സാധിക്കുന്നു, 3-ാം ദിവസം ഗലീലയിൽ വലിയൊരു കല്യാണമുണ്ടായി. ആ കല്യാണത്തിൽ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. നമുക്കറിയാം, യഹൂദന്മാരുടെ കല്യാണത്തിൽ വീഞ്ഞ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നാൽ ഈ കല്യാണ വീട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, വീഞ്ഞ് പോരാതെ വരുവാനിടയായിത്തീർന്നു. മറിയോട് പറയുവാനിടയായിത്തീർന്നു, മറിയ പറയുവാനിടയായിത്തീർന്നു, ഇവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് കൽപ്പിച്ചപ്പോൾ യേശു അവിടെ പറയുന്ന ഒരു കാര്യം, അവിടെ പുറംപറമ്പിൽ എറിയപ്പെട്ട ചില കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു. യേശു അവരോട് പറയുന്നു, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുകയും. യേശു ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചു. അത് പുറംപറമ്പിൽ എറിയപ്പെട്ട കൽപ്പാത്രമായിരുന്നു. എന്നാൽ ഈ പുറംപറമ്പിൽ എറിയപ്പെട്ട കൽപ്പാത്രങ്ങളെ യേശു പറഞ്ഞ് ആ കൽപ്പാത്രങ്ങളെ കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനിടയായിത്തീർന്നു. നാമും ഒരു കാലത്ത് പുറംപറമ്പിൽ എറിയപ്പെട്ടവരായിരുന്നു, കഴിവില്ലാത്തവരായിരുന്നു, യോഗ്യതയില്ലാത്തവരായിരുന്നു, ഒരു ശ്രേഷ്ഠതയുമില്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്നപ്പോൾ, അല്ല, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ, കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങിയപ്പോൾ, ഒരു കഴിവില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത നമ്മെ ദൈവം മാനിപ്പാനിടയായിത്തീർന്നു. ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചു. നമുക്കറിയാം, വെള്ളം അതിന് നിറമില്ല, ഗുണമില്ല, രുചിയില്ല. പക്ഷേ ആ നിറമില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത ആ വെള്ളത്തെ യേശുവിൻ്റെ കരത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ നിറം മാറുവാനിടയായിത്തീർന്നു, അതിൻ്റെ രുചി മാറുവാനിടയായിത്തീർന്നു, അതിൻ്റെ സ്ഥാനം മാറുവാനിടയായിത്തീർന്നു, അതിൻ്റെ പൊസിഷൻ മാറുവാനിടയായിത്തീർന്നു, അതിൻ്റെ പദവി മാറുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽ ഒരുപക്ഷെ പലരുടെയും മുൻപിൽ നമ്മൾ പറയും, കർത്താവേ, എനിക്കൊരു യോഗ്യതയുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല, ഒരു കഴിവുമില്ല, എന്നെ എപ്പോഴാണ് മാനിക്കുന്നത്, എന്നാണ് എൻ്റെ സ്ഥിതി മാറുന്നത്, എന്നും ഈ പ്രയാസത്തിലായിരിക്കുന്നല്ലോ, ഒതുക്കപ്പെട്ട് കിടക്കുകയാണല്ലോ,
ആരുടെയും മുമ്പിൽ ഒരു മാന്യതയും ഇല്ലാതിരിക്കുകയാണല്ലോ. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കും. എന്നാൽ ഇന്ന് പകലിൽ ദൈവവചനത്തിലൂടെ ഞാൻ പറയുന്നു, നമ്മെ വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് യോഗ്യതയുമില്ലാതിരിക്കുന്ന നമ്മെ, കഴിവില്ലാതിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി നമ്മെ മാനിക്കാൻ, ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ, മാന്യന്മാരുടെ മുൻപിൽ, തള്ളക്കളയുന്നവരുടെ മുൻപിൽ, മറ്റുള്ളവർ വിലയില്ല എന്ന് ചിന്തിക്കുന്നവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒരു യോഗ്യതയുമില്ലാതിരിക്കുന്ന ചിലതിനെ എനിക്ക് മാനിക്കാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ഈ പുറംപറമ്പിലെറിയപ്പെട്ട കൽപ്പാത്രങ്ങളെ മേൽ, ആ പുറംപറമ്പിലെറിയപ്പെട്ട കൽപ്പാത്രങ്ങളെ യേശുവിൻ്റെ കരത്തിൽ വന്നപ്പോൾ അതിൻ്റെ സ്ഥിതി മാറുവാനിടയായിത്തീർന്നു, അതിൻ്റെ അവസ്ഥ മാറുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ മേൽ ആ വെള്ളത്തിൻ്റെ ഭാവം മാറി അതിൻ്റെ സ്ഥിതി മാറുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് യേശുവിൻ്റെ ശക്തി അതിന്മേൽ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടുത്തി. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത് ഈ കാനാവിലെ കല്യാണ വീട്ടിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ ഹല്ലേലൂയ, യോഗ്യതയൊന്നുമില്ലാതിരിക്കുന്ന, കഴിവൊന്നുമില്ലാതിരിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, ദൈവ പൈതലേ, ഇന്ന് പകൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു യോഗ്യതയില്ലാത്ത എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ മാനിക്കുവാൻ ദൈവം തുടക്കം കുറിക്കുകയാണ്. ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും ഉയർത്തി മാനിച്ച് ഹല്ലേലൂയ ശ്രേഷ്ഠ നിലയിലേക്ക് എത്തിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, കാനാവിലെ കല്യാണത്തിന് യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി മാനിപ്പാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവമേ, എന്നെ ഉപയോഗിക്കണമേന്ന് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ഉപയോഗിക്കുവാനിടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകലിൽ നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ അടുത്തു വരുന്നു. കർത്താവേ, നിൻ്റെ മഹത്വം എൻ്റെ മേൽ ഒന്ന് വെളിപ്പെടുത്തണമേ. എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു യോഗ്യതയുമില്ല. ഞാൻ ഹല്ലേലൂയ നിന്ദാപാത്രമായിരിക്കുക. പലരുടെ മുമ്പിൽ ഞാൻ കളിയാക്കലുകൾ കേട്ടിട്ടുകൊണ്ടിരിക്കുക. പലരുടെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന സ്നേഹിത, മാതാവേ, സഹോദരി, കുഞ്ഞേ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഈ പകൽക്കാലം നിൻ്റെ സ്ഥിതി മാറ്റുവാൻ, നിൻ്റെ അവസ്ഥ മാറ്റുവാൻ, നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി ഉന്നതന്മാരുടെ മുൻപിൽ നിൽപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവസനെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ കീഴിൽ താണിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ